അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജുബ്രാൻ ഖലീൽ ജുബ്രാന്റെ കൃതികളാണ് പോകുന്നത്. കമാ ദക്കർന ആനിഫൻ അന്ന ജുബ്രാൻ കാന യുസാവിലുൽ കിതാബത ബിൽ ലുഅത്തൈനി അൽ അറബിയ്യ വൽ ഇൻജിലീസിയ്യ. അതായത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ, അടുത്ത് പറഞ്ഞ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ആനിഫ എന്നുള്ള പ്രയോഗം. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയില്ല നമ്മൾ മലയാളത്തിൽ. അതിനാണ് കമാ ദക്കർന ആനിഫ എന്ന് പറഞ്ഞത്. കമാ ദക്കർന ആനിഫ, തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ, അന്ന ജുബ്രാൻ, തീർച്ചയായും ജുബ്രാൻ കാന യുസാവിലുൽ കിതാബ്, അദ്ദേഹം എഴുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഇത് ഇവിടെ അവസാനിക്കുന്നത് അദ്ദേഹം എഴുത്ത് തുടർന്നുകൊണ്ടേയിരുന്ന ആ ഒരു എഴുത്തിനെ പറ്റിയിട്ടാണ് അവസാന ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം റാബിത്തത്തുൽ കലമിയിൽ ചേർന്നത് ഇവിടൊക്കെ എഴുത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ എഴുത്തിനെ പറ്റി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം എന്താണ്, രണ്ട് ഭാഷയിൽ തുടർച്ചയായിട്ട് എഴുതുകയായിരുന്നു എന്ന്. ആ ഏതൊക്കെയാണ്? അറബിയ, ഇംഗ്ലീഷും അറബിയുമാണ്. ലിദാ നദ്കുറു, അതുകൊണ്ട് നമ്മൾ ഓർക്കുന്നു, കുത്തുബഹു, അദ്ദേഹത്തിന്റെ കുത്തുബുൽ ഫിൽ ഖായിമത്തിൽ മുൻഫസിലത്തൈൻ, രണ്ട് വ്യത്യസ്തമായ വേർതിരിച്ച രണ്ട് ലിസ്റ്റിലായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ ലിസ്റ്റ് ഖായിമത്ത് കുത്തുബുൽ അറബിയ. ഒന്നാമത്തെ ലിസ്റ്റ് എന്താണ്? അറബി ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റാണ്. അതൊന്ന് ഫസ്റ്റത്തെ പുസ്തകം, ഇത് ഓർഡറിൽ പഠിക്കുക. ഓർഡറിൽ പഠിച്ചാൽ എന്താ വെച്ചാൽ കൊല്ലം നമുക്ക് ഓർഡറിൽ കിട്ടും. 1905 കിതാബുൽ മ്യൂസിക് നുഷിറ കിതാബുൽ മ്യൂസിക് 1905. ഓക്കെ. പിന്നെ കിതാബ് അറായിസുൽ മുറൂജ് 1906, തൊട്ടടുത്ത വർഷം. അപ്പോൾ ഓർഡറിൽ പഠിച്ചാൽ വർഷം ഓർഡറിൽ പഠിക്കാൻ പറ്റും. പിന്നെ കിതാബ് അർവാഹുൽ മുത്തമരിദ 1908. പിന്നെ അൽ അജ്നിഹത്തുൽ മുത്തക്കസിറ എന്താണ്, 1912. ഓക്കെ. അപ്പോൾ കിതാബുൽ മൂസിക്കി 1905, കിതാബ് അറായിസുൽ മുറൂജ് 1906, കിതാബ് അർവാഹുൽ മുത്തമരിദ 1908, അജ്നിഹത്തുൽ മുത്തക്കസിറ 1912. ഇനി അടുത്തത് ദംഅത്തു വബ്തിസാമ 1914. ഓക്കെ, 1914 ദംഅത്തു വബ്തിസാമ. കിതാബുൽ മവാക്കിബ് 1919, കിതാബുൽ അവാസിഫ് 1920. അപ്പോൾ 1905 മുതൽ 20 വരെയാണ് അറബി കാലഘട്ടം. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹദിഹിയ മർഅലത്തുൽ ഊല മിൻ ഹയാത്തി ജിബ്രാൻ അൽ അദബിയ. ഇതാണ് ജിബ്രാന്റെ സാഹിത്യപരമായിട്ടുള്ള ജീവിതത്തിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞത്. അല്ലത്തി കുത്തിബ ഫിഹ ബിൽ ലുഅത്തിൽ അറബിയ, അതിൽ അറബി ഭാഷ മാത്രം, ദൂന സിവാഹ, മറ്റുള്ളത് കൂടാതെ അറബി ഭാഷ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. പിന്നെ വത്തംതദ്ദു ഇല മർഹലത്ത്, ഈ ഒരു അറബി ഭാഷ എഴുതിയ ഈ ഒരു കാലഘട്ടം അത് നീണ്ടു നിൽക്കുന്നത് 1905 മുതൽ 1920 ആണ്. നമുക്കറിയാം, കിതാബുൽ മ്യൂസിക് അവതരിപ്പിക്കുന്നത്, അത് പ്രചരിക്കുന്നത് 1905. പിന്നെ അവസാനത്തെ പുസ്തകമായ അവാസിഫ് അത് പ്രചരിക്കുന്നത് 1920. അപ്പോൾ 5 തുടങ്ങി 20 അവസാനിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ പുസ്തകങ്ങൾ 7 പുസ്തകങ്ങളാണ് മൊത്തം ഉള്ളത്. മ്യൂസിക്, അറായിസുൽ മുറൂജ്, അർവാഹുൽ മുത്തമരിദ, അജ്നിഹത്തുൽ മുത്തക്കസിറ, ദമത്തു വബ്തിസാമ, അൽ മവാക്കിബ്, അൽ അവാസിഫ്. 1905, 6, 8, 12, 14, 19, 20. അപ്പോൾ അതങ്ങനെ ഓർഡറിൽ പഠിക്കുക. ഓക്കെ. അൽ മർഹലത്തു സാനിയ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടം ഇന്ന് അത് തുടങ്ങുന്നത് 1918. അപ്പം എന്തുകൊണ്ടാണ് അത് 18 തുടങ്ങുന്നത് വെച്ചാൽ, വതൻതഹി ബിവഫാത്തി ജിബ്രാന്റെ മരണശേഷമാണ് അത് അവസാനിക്കുന്നത്. മരണശേഷമാണ് അവസാനിക്കുന്നത്, മരണത്തോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് കേട്ടോ, 1931. അപ്പം 1931 അദ്ദേഹം മരണത്തോട് കൂടിയിട്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പം 18 എന്ന് കൊടുക്കാൻ കാരണം, ഇത് ഇംഗ്ലീഷ് 18 തുടങ്ങുന്നത്. ഇപ്പം അറബി 20 അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 21 തുടങ്ങേണ്ടത്. പക്ഷേ പിന്നെ അറബി അല്ലല്ലോ തുടങ്ങിക്കുന്നത്. അറബി വേറൊരു വേറെ ഏതെങ്കിലും മേഖലയിലേക്കല്ല അദ്ദേഹം തുടങ്ങിയത്, മറിച്ച് മറ്റൊരു ഭാഷയാണ് തുടങ്ങിയത്. ആ ഭാഷ തുടങ്ങിയത് 18. അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. കുത്തിബ ഫിഹ ബിൽ അറബിയ വൽ ഇൻജിലിയ, അതിൽ അറബി എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷാണ് ആദ്യം വന്നതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് അത് 18 പരിഗണിക്കുന്നു. ഓക്കെ. കിൽത്താഹുമ, രണ്ടിലും എഴുതിയിട്ടുണ്ട്. വലാക്കിന്നൽ ഇൻജിലിസിയ ഒലബത്തിൽ അറബിയ, പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയ കൃതികളാണ് അറബിയേക്കാൾ എന്ത് ചെയ്തത്, ഉയർന്നു നിന്നത്. അറബിയെ അതിജയിച്ചു. ഇംഗ്ലീഷ് കൃതികൾ എന്ത് ചെയ്തു, അറബിയെ അതിജയിച്ചു. അപ്പോൾ ഇംഗ്ലീഷാണ് നല്ല പ്രസിദ്ധി, നല്ല പ്രശംസയൊക്കെ പിടിച്ചു പറ്റി, അതാണ് കൂടുതൽ വിൽക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫഖദ് വലഅ ഫിഹ ജുബ്രാൻ അതിൽ ഈ ഇംഗ്ലീഷ് പുസ്തകത്തിൽ വെച്ചു സമാനിയത്ത് കുത്തുബിൻ, 8 പുസ്തകങ്ങൾ പിന്നെന്ത് ചെയ്തു, അതിൽ ഇതാക്കി. നുഷിറ മിൻഹ സിത്തത്ത് ഫി ഹയാത്തി, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ
ആറെണ്ണം എന്ത് ചെയ്തു, പ്രചരിച്ചു. അമ്മ കിതാബാനി എന്ന 2 പുസ്തകങ്ങൾ, ഒന്ന് തായിഹ് എന്ന് പറഞ്ഞ പുസ്തകം, മറ്റൊന്ന് ഹദീഖത്തു നബി എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം. ഈ 2 പുസ്തകങ്ങളും കത് നുഷിറ ബാദ വഫാത്തി ജിബ്രാന്റെ മരണശേഷമാണ്. അത് 31 ശേഷം 32 തായിഹും 33 ഹദീഖത്തു നബിയും. അത് ഇവിടുന്ന് തന്നെ കൊല്ലം പഠിച്ചു പോയാൽ നമുക്ക് സിമ്പിളാണ്. അപ്പോൾ 1918 തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു. 18 എന്ത് ചെയ്ത് മജ്നൂനായി. ഓക്കെ. പിന്നെ സാബിക്കായി. പിന്നെ ഒന്ന് എന്തായത്, ആ പുസ്തകങ്ങൾ നല്ല ഉഷാറായി വന്നപ്പോൾ എന്തായത്, ഒന്ന് മുൻപന്തിയിൽ വന്നു, സാബിക്കായി. ഓക്കെ. അപ്പോൾ മജ്നൂന്, സാബിക്ക്, നബി, ഇത് വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ജിബ്രാന്റെ നബി. 1923 നബി. ഓക്കെ. അപ്പോൾ മജ്നൂന്, സാബിക്ക്, നബി, അപ്പം 3 പുസ്തകങ്ങൾ, 18, 20, 23 അങ്ങനെ പഠിക്കട്ടോ. ഓക്കെ. പിന്നെ അടുത്തത് റംല് വസബദ് 1926. അപ്പോൾ 23 കഴിഞ്ഞിട്ട് പിന്നെ 26 റംല് വസബദ്. ഇത് പഠിക്കാൻ നോക്കി നിങ്ങൾ. റംല് വസബദ്, ദംഅത്ത് വബ്തിസാമ, ചെറിയ ചെറിയ കണക്ഷനൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ. നോക്കുക. റംല് വസബദ്, നബി പഠിച്ച ഹദീഖത്ത് നബി പഠിക്കുക, അങ്ങനെ കുറേ മെച്ചങ്ങളുണ്ട്. അപ്പോൾ നോക്കുക. നോക്കി. യസൂബിനു ഇൻസാൻ അടുത്ത 28 യസൂബിനു ഇൻസാൻ. ആലിഹത്തുൽ അർള് 31. അതായത് 31 അദ്ദേഹം മരിക്കുന്നത്. അതായത് അള്ളാഹിന്റെ ഭൂമിയിലേക്ക് അദ്ദേഹം പോയി എന്നുള്ള ഒരു ഇതിൽ ഈ കൃതിയെ നമുക്ക് അവിടെ ഓർത്ത് വെക്കാം. ആലിഹത്തുൽ അർള്, അദ്ദേഹത്തിന്റെ മരണം 31. അതുകൊണ്ട് ആ ഒരു പുസ്തകം അങ്ങനെ ഒരു പേരിൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ 31 എന്നുള്ള രീതിയിൽ 31 അദ്ദേഹത്തിന്റെ മരണം നമ്മൾ ഓർത്താൽ ഈ പുസ്തകം ആലിഹത്തുൽ അർളും ആ ഒരു കൊല്ലും ഒക്കെ നമുക്ക് കിട്ടും. അതന്നെ ഒരു ചെറിയ ടെക്നിക്കാണ്. കിതാബ് തായിഹ് എന്ന് പറഞ്ഞാൽ അത് 32 നമ്മൾ പറഞ്ഞു. 33 ഹദീഖത്തു നബി. ഇനി ലഖിയത്ത് മുഅല്ലഫാത്തുൽ ഇൻജിലീസിയ കുബൂലൻ ഹസനൻ ലദാ നതിഖിന ബിൽ ഇൻജിലീസിയ. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു സ്വീകാര്യതയാണ് ഈ ഇംഗ്ലീഷ് കൃതികൾക്ക് ലഭിച്ചിട്ടുള്ളത്. വബിഅ മിൻഹ കിതാബുൻ നബി. അതിൽ കിതാബുൻ നബി എന്ന് പറഞ്ഞ പുസ്തകം വിൽക്കപ്പെട്ടത്, ബിഅ എന്ന് പറഞ്ഞ ബഅന്റെ മജ്ഹൂലാണ് കേട്ടോ. വിൽക്കപ്പെട്ടത് എന്താണ്, ബി മില്യൂന നുസ്ഖ, പിന്നെ ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് ഇതാക്കിയത്. തർജ്ജമത്ത് കുല്ലുഹ, അതിലെല്ലാം എന്ത് ചെയ്തു, തുർജിമത്ത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുർജിമത്ത് എല്ലാം ട്രാൻസ്ലേറ്റ് അറബിയ ഫഹസ്ബ്, അറബി ഭാഷയിലേക്ക് മാത്രമല്ല ട്രാൻസ്ലേറ്റ് ചെയ്തത്, ബാക്കി ഫറൻസിയിലേക്കും ഗ്രീക്ക് ഭാഷയിലേക്കും യുനാനി ഭാഷയിലേക്കും അങ്ങനെ ഒരുപാട് ഭാഷയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നമ ഇലാലു ആത്തിൻ ഉഖ്റ ആയുധം, വേറെ ഭാഷയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നുഷ്റത്ത് തർജമ അൽ അറബിയ, എന്നാൽ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ നബി എന്ന് പറഞ്ഞ പുസ്തകം, ഈ നബി എന്ന് പറഞ്ഞ പുസ്തകം അറിയപ്പെട്ടത്, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടപ്പോൾ അറിയപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുകൊണ്ടാണ് ചുവപ്പക്ഷരത്ത് കൊടുത്തത്. അൽ മജ്മു അൽ കാമില അൽ മൊറബ. അൽ മജ്മു അൽ കാമില അൽ മൊറബ എന്നുള്ള പേരിലാണ് നബി എന്ന പുസ്തകം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടപ്പോൾ അറിയപ്പെട്ടത്. ഒമാ മീൻ ഷെക്കിൻ ഫി അന്ന ജുബ്രാൻ ഖാൻ അബ്കരിയും. ഒരു സംശയവുമില്ല, ജുബ്രാൻ വളരെ ജീനിയസ് ആയിരുന്നു, വളരെ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വനഖ്തിമു ഹദീസന അൻഹു ബി കൗലി മിഖായിൽ നുഐമ. മിഖായിൽ നുഐമയുടെ ഒരു വാക്കിനാൽ നമുക്ക് ഈ ഒരു സംസാരം എന്ത് ചെയ്യാം, നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്താണ് മിഖായിൽ നുഐമ പറഞ്ഞത്? യതവി അൽ അബ്കരി ഫി ഖിലാലി ഉംരിൻ വാഹിദിൻ അമാറി അജിയാലിൻ സബഖത്തുഹു വ അജിയാലിൻ റാഫഖത്തുഹു വ അജിയാലിൻ തഅതീബഹു. അതായത് ഈ ഒരു പിന്നെ ജിബ്രാനാകുന്ന ഈ ഒരു ജീനിയസ് എന്ന് പറഞ്ഞാൽ, ആ ജീനിയസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വയസ്സ് കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മുൻകടന്ന ഒരു തലമുറയിലും അദ്ദേഹത്തിൻ്റെ സഹവസിച്ച തലമുറയിലും അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള തലമുറയിലും എല്ലാ തലമുറയിലും അദ്ദേഹം എന്താണ്, അദ്ദേഹം അബ്കരിയാണ്. അതുകൊണ്ട് ആ ഒരു തലമുറയിൽ മൊത്തം അദ്ദേഹം അബ്കരിയാണ്. ഫയമൂത്തുൽ യഹ്യ, അദ്ദേഹം മരിക്കുന്നത് ജീവിക്കാൻ വേണ്ടി, മറ്റുള്ളവർ ജീവിക്കാൻ വേണ്ടിയാണ്. വയഹ്യ വൈറു യമൂത്ത്, അദ്ദേഹം മരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചാൽ വേറെയും ആളുകൾ എന്ത് ചെയ്യും, ജീനിയസ് ആയിട്ട് കടന്നു വരാതെ അതേ സ്കോപ്പിൽ കടന്നു വരും. അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്നത് എന്താണ്, ഈ ഒരു ജീനിയസുകളെ വളർത്താൻ വേണ്ടിയിട്ടാണ്, ഇത്തരം ജീനിയസുകളെ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കാവുന്നതാണ്. ഓക്കെ. വയഹിയ അൽ അബ്കരി, ഈ അബ്കരി ജീവിക്കുന്നത് ഫി കുലൂബിൽ അജിയാൽ. ഒരു ജീനിയസ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ തലമുറകളോളം എന്ത് ചെയ്യും, അവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് ജുബ്രാൻ. ഇപ്പോഴും നമ്മൾ ജുബ്രാനെ പറ്റി പഠിക്കണില്ലേ, അപ്പോൾ എത്ര തലമുറ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഒരു ജീനിയസ് തന്നെ. ലി അന്നഹു യോത്തി ആലാമഹൽ ഖർസ, കാരണം അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ട വേദനകൾ, ഈ സമൂഹത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ട വേദനകളൊക്കെ
അല്ലെങ്കിൽ മിണ്ടാൻ കഴിയാത്ത വേദനകളൊക്കെ എന്താണ് ഒന്നും ഒരു വാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിയാടാൻ പറ്റാത്ത വേദനകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അൽസിനത്ത് മിന്നാർ, തീയിനാലുള്ള എന്ത് ചെയ്യും? നാവാക്കും. അതായത് നല്ല ചുടുചുട്ട മറുപടി കൊടുക്കും, അല്ലെങ്കിൽ ചുടുചുട്ടൻ മറുപടി കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എരിതീയിൽ എണ്ണ ഒഴിക്കാറില്ല, എരിതീയിൽ എണ്ണ ഒഴിക്കാറില്ല, ആ ഒരു പരിപാടിയാണ്. അങ്ങനെ ചെയ്യുക, അത് വാക്കുകൊണ്ടാണ് ചെയ്യുക അല്ലേ? നമ്മൾ വാക്കുകൊണ്ട് ചെയ്യുന്നതിനാണ് പറയുക എരിതീയിൽ എണ്ണ ഒഴിക്കല്ലേ എന്ന് നമ്മൾ പറയല്. എന്തുകൊണ്ടാ? അത് ഒരാൾ പിന്നെ കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കണോണ്ടല്ല പറയാം, മറിച്ച് ഒരാളെ പറ്റി പരിദൂഷണം ഇല്ലാത്തതൊക്കെ പറയുമ്പോഴാണ് എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഏഷണി പരിദൂഷണമൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് എന്ത് എരുതി, അത് നാവേറ്റാണല്ലോ, അൽസിനത്ത് മിന്നാർ. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണ്? നാവ് കൊണ്ട് തീ എത്തിക്കുകയാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശം കേട്ടോ. ഒരു സാഹിത്യപ്രയമായ പ്രയോഗമാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, വയമുദ്ദു ആമാലഹ അൽ മുഖയ്യദ ബി അജ്നിഹത്തി മിന്നൂർ. അതുപോലെ തന്നെ ഈ കെട്ടിയിടപ്പെട്ട പ്രതീക്ഷകൾ അത് പ്രകാശത്താലുള്ള ചിറകുകളാക്കും. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരാളെ എന്ത് ചെയ്യും? അത് അയാളെ പരമാവധി ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ പുനർത്തെഴുന്നേൽപ്പിച്ച് അവർക്കൊക്കെ പുതിയ പ്രതീക്ഷകളൊക്കെ നൽകി അവരൊക്കെ എന്ത് ചെയ്യും? ജീവിതത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരും എന്നാണ് അവിടെ അർത്ഥം കേട്ടോ. ഒരു സാഹിത്യ പ്രയോഗങ്ങളാണ് അതൊക്കെ. ഫല്ലഹമു വദ്ദമു ഫി കുല്ലി മക്കാനിൻ വസമാനിൻ മുആവനുൻ സഹീക. എല്ലാ കാലഘട്ടത്തിലും എല്ലാ പിന്നെ സ്ഥലത്തും ഈ രക്തവും ഇതൊക്കെ ഇറച്ചിയൊക്കെ അതൊക്കെ വലിയ ആഴത്തിലുള്ള ഗുഹകളാണ്. ഓക്കെ, തതസാവജു ഫി ളുലുമാതിഹ അൽ മലദാതു ഫതൻസിലു ഔജാഹൻ. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു? നല്ല രസങ്ങളും നല്ല ഇഷ്ടങ്ങളൊക്കെ ഉള്ള പിന്നെ എന്താണ് ഇർട്ടറുകളിൽ അത് എന്ത് ചെയ്യുന്നു? കൂടിക്കലരുന്നു. എന്നിട്ട് അത് വേദനകളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നർത്ഥം. അതായത് ഇവിടെ അർത്ഥം എന്താ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ബുദ്ധിമുട്ടും നിറഞ്ഞ ഒരു സംഭവത്തിൻ്റെ അടിയിലാണ് അവസാനം എന്തുണ്ടാവുക? വേദനകൾ എന്ത് ചെയ്യുക? പറ്റേ വേറിടുക. അത് ഒരുപാട് രസങ്ങളും ഇതൊക്കെ അതിൻ്റെ അടിയിൽ കുറേ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇരുട്ടിൻ്റെ അടിയിൽ കുറേ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവസാനം എന്ത് ചെയ്യും? അതിനൊരു ഫലം ഉണ്ടാവും, അവസാനം ഒരു സന്തോഷം ഉണ്ടാവും. ഇന്നമാൽ ഉസ്രി യുസ്റ എന്ന് പറഞ്ഞ പോലെ അവസാനം എല്ലാത്തിനൊരു ഇതുണ്ടാവും. കുറേ ക്ഷമിച്ചതായാൽ ഒരു സന്തോഷം ഉണ്ടാവും. വലിയ റൂഹി, എന്നാൽ റൂഹിന് അജ്വാഉൻ ഫസിഹ, റൂഹിനെ സംബന്ധിച്ചിടത്തോളം അത് വിശാലമായ ഒരു ഇതായിരിക്കും ഇതാണ്. അപ്പോൾ ആ വേദനകളൊക്കെ മാറുമ്പോൾ റൂഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആന്തരികമായിട്ടുള്ള ഒരു ഇത് നൽകും, ഒരു വിശാലത നൽകും. യറുദ്ദുഹ അൽ ഫിക്ർ വൽ ഖിയാൽ. അങ്ങനെ ഈ ചിന്തകളും അതുപോലെ തന്നെ ഭാവനകളൊക്കെ അതിലിങ്ങനെ അലയടിക്കും. അങ്ങനെ അലയടിച്ചിട്ട് എന്ത് ചെയ്യും? ഫയൽറിമാനി ഷൗഖിലൽ ഇൻഇഹാഖി മിനൽ മജ്ദ്. കണ്ടോ, വേദനകളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യും? കത്തിക്കപ്പെടും. അതായത് എന്ത് ചെയ്യും? ഈ വേദനകളിൽ നിന്ന് മോചിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ചിന്തകളും ഓരോരോ ഭാവനകളൊക്കെ ഇവരെ മനസ്സിലേക്ക് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യും, ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. അതിങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വൽ അബ്കരി എന്ന് പറഞ്ഞാൽ മനിസ്തീറ ആവാറ, കുറേ ആഴങ്ങളെ കണ്ടെത്താൻ, ആഴങ്ങളെ അളക്കാൻ, കുറേ ഗഹനമായ ഇതാണ് കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ കുറേ ഗഹനമായ പഠനങ്ങൾ ഇതാക്കാൻ കഴിവുള്ള ഒരാളാണ് ആര്? ഒരു അബ്കരി എന്ന് പറഞ്ഞാൽ. വയജുബുൽ ആലി, അങ്ങനെ അവന് ഉന്നതങ്ങളെ തുറന്നു പിടിക്കും. തിൽക്ക ബിസൂറത്തിൽ ഇൻസാനിൽ അംസൽ, അങ്ങനെ അവൻ എന്ത് ചെയ്യും? ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യും? അവന് അതിലേക്ക് മാറും. വഹദുഫുൽ അസ്ന, അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അവൻ്റെ പരമോന്നതമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതെന്തായിക്കാരം? വഹുൽ ഹയാത്ത്, അത് ഒരു ജീവിതമായിരിക്കും. അതാണ് അറിയുക എന്ന് പറയല്ലോ. അറിയുക അതെന്തായിക്കാരം? വഹുൽ ഹയാത്ത്, അതൊരു ജീവിതമാകും. എങ്ങനത്തെ ജീവിതം? അല്ലത്തീലാത്ത് ഹുദുഹാസിനത്തുൽ മൗത്ത്, മരണത്തിൻ്റെ ഒരു പിന്നെ മയക്കം പോലും അതിൽ പിടിപെടുകയില്ല. മരണത്തിൻ്റെ പിന്നല്ല ഉറക്കത്തിൻ്റെ മയക്കം, മരണത്തിൻ്റെ ഒരു മയക്കം പോലും ആ ജീവിതത്തിൽ എന്ത് ചെയ്യൂല? പിടിപെടൂല. അങ്ങനത്തെ ഒരാളാണ് അങ്ങനത്തെ ഒരു ആളായി മാറും. അതായിരിക്കും. പല തുക്കബിലുഹ കുയൂദല്ലഹമി വദ്ദമ്, അതുപോലെ തന്നെ ഇറച്ചിയുടെയോ രക്തത്തിൻ്റെയോ ചങ്ങലകൾ അതിൽ ബന്ധിക്കപ്പെടൂല. അതായത് ഫുള്ള് ഫ്രീഡായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും നല്ല വർക്കിലായിക്കാരം. അതാണ് അവിടെ സിനത്തുൽ മൗത്ത് എന്താണ്?
നല്ല ഉഷാറായിട്ട് പരിശ്രമശാലിയായിക്കാരം. വലാ തഹ്സുറുഹ ഹുദൂദ് സമാൻ വൽ മക്കാൻ. അത് വല്ല കാലത്തിനോ വല്ല ഇപ്പോൾ കോവിഡ് ബാധിച്ചിട്ടോ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, കോവിഡ് ബാധിച്ചിട്ടോ അല്ലെങ്കിൽ ലോകമഹായുദ്ധങ്ങളുടെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടോ ഒന്നും എന്ത് ചെയ്യില്ല, അതിനെ ക്ലിപ്തപ്പെടുത്താൻ സാധിക്കില്ല, അതിനെ പരിമിതിപ്പെടുത്താൻ സാധിക്കുകയില്ല. അത് എന്ത് ചെയ്യും, അത് എല്ലാത്തിനെയും അതിജയിച്ച് അതിനൊക്കെ മറികടന്ന് എന്ത് ചെയ്യും, അതിൻ്റെ ലക്ഷ്യസ്ഥാനം, അതിൻ്റെ പരമോന്നതമായ ലക്ഷ്യസ്ഥാനം നേടുക തന്നെ ചെയ്യും. ജുബ്രാൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഏക ആശ്രയമായ ബത്രസും മരിയാനിയും ഒക്കെ മരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇത് ബാധിച്ചിട്ട്, അല്ലേ? നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഇതിൽ വളർന്നു വന്നിട്ടും അദ്ദേഹം അത് വളരെ ഇതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മറികടന്ന് അദ്ദേഹം വലിയൊരു സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതാണ് ജുബ്രാൻ ഖാൻ ദാലിക്കൽ അബക്കരി. ജുബ്രാൻ അങ്ങനത്തെ ഒരു അബക്കരിയാണെന്ന് നമ്മൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി. അപ്പോൾ ഓക്കെ, ജുബ്രാൻ്റെ പാഠത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പഠിക്കുക ആ പാഠം. ഇത് പ്രത്യേകം ഈ അറബി പിന്നെ ഇംഗ്ലീഷ് കൃതികൾ അതിൻ്റെ കൊല്ലങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക.